മോൻ എന്താകണമെന്നാണ് ആഗ്രഹം? അല്ല, അവൻ്റെ ആഗ്രഹം എന്താണോ, ഇപ്പം നമ്മൾ പറഞ്ഞ് അങ്ങനത്തെ ഒരു ടിപ്പിക്കൽ പേരൻസ് അല്ല നമ്മൾ. അവന് എങ്ങനെയാണോ ആഗ്രഹം അങ്ങനെ ആവട്ടെ, മനസ്സിലായോ? അത് അല്ലാതെ ഒരു ടിപ്പിക്കൽ അവനെ ഡോക്ടറാക്കണം അങ്ങനെയുള്ള ഒരു ആഗ്രഹമില്ല. പക്ഷെ അവൻ പഠിക്കണം എന്നുള്ളതുണ്ട്. ബേസിക് വിദ്യാഭ്യാസം അവനുണ്ടാവണം. അപ്പോൾ വിദ്യാഭ്യാസത്തിൽ തന്നെ അവൻ ഇന്നൊരു സ്ഥാനത്ത് എത്തണമെന്ന് അവൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഓക്കെ. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ഡിഗ്രി സ്റ്റേജൊക്കെ എത്തുമ്പോഴത്തേക്ക് അവർക്ക് തന്നെ മനസ്സിലാവും എനിക്ക് ഏത് റൂട്ട് തരാം. അവരുടെ ടാലൻറ്റിനെ ബേസ് ചെയ്തിരിക്കും. അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പം നമ്മളൊരാഗ്രഹം അവനെ അടിച്ചേൽപ്പിക്കുന്ന, അത് നമ്മൾ ആരെയും ഒരാഗ്രഹം അടിച്ചേൽപ്പിക്കില്ല, മനസ്സിലായി. പിന്നെ ചില റൂട്ടുകൾ തെറ്റാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കുക, ആ റൂട്ട് വേണ്ട, അത് തെറ്റാണ്, ഇങ്ങനെയൊക്കെ നമുക്ക് കണ്ട റൂട്ടാണ് എന്ന് പറഞ്ഞ് നമുക്കതിനെ ഒരു ചുറ്റുമതിലൊക്കെ കെട്ടി അത് നമുക്ക് അങ്ങനെ ആക്കിയത്. സജന നോക്കുന്ന 2 കുട്ടികളാണ്. സജനയുടെ മോനും നിങ്ങളിലുള്ള മോനും ഉണ്ട്, 2 കുട്ടികളാണ്. ഭാവിയിൽ ഈ ഇപ്പൊ ഡൈവേഴ്സ് ഒക്കെ വന്ന സമയത്ത് ഇതിന്റെ ചെലവും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒരു നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. ഫിറോസിലേക്ക് ഒരു ബാധ്യതയൊക്കെ വരുമല്ലോ, അങ്ങനെയാണല്ലോ നിയമങ്ങൾ. ആക്ച്വലി നിയമങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ബാധ്യതയൊന്നുമില്ല. എൻഡ് ഓഫ് ദി സ്നേഹം എന്ന് പറയുന്നിടത്ത് ഈ ബാധ്യതയൊക്കെ അവിടെയാണ്. ഇപ്പം ബാധ്യത പറഞ്ഞാൽ അവർ ഇപ്പം പറയും മാസം നീ 2000 വെച്ച് കൊടുക്കണം, ഇതല്ലേ ബാധ്യത? അങ്ങനെയൊന്നും ആയിരിക്കില്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞ് അതാണ് ഞാൻ ചോദിച്ചു വന്നത്. അത് സ്നേഹത്തിന് മുന്നേ അങ്ങനെയൊന്നുമില്ല, മനസ്സിലായ? നമ്മൾ അതുമായിട്ടൊന്നുമില്ല. അത് ബാധ്യത ഒരു സർട്ടിഫിക്കറ്റ് പോലെയൊക്കെ ഇരിക്കും. നമ്മൾ വേറെ നമ്മളെ മനസാക്ഷിപരമായിട്ടുള്ള കാര്യങ്ങളോട്ട് പോകും, അത്രേ ഉള്ളൂ. ആ ഒരു ചോദ്യത്തിലേക്കാണ് സജിനായാലും അങ്ങനെ തന്നെയാണ്. സജിന അങ്ങനെയുള്ള കടുപ്പെടുത്തവോ അല്ലെങ്കിൽ അങ്ങനെ ഓൾറെഡി അവർക്കറിയാം. നമുക്ക് എൻഡ് ഓഫ് ദി ഡേ ആ സ്നേഹം എന്ന് പറഞ്ഞൊരു സാധനത്തിലാണ് ഇതെല്ലാം വരുന്നത്, മനസ്സിലായോ? അല്ലാതെ അന്യനല്ലല്ലോ അത്. അതെ. ഇനി എത്ര നാളത്തേക്ക്? ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല നിങ്ങൾ പിരിഞ്ഞു പോകുന്നുണ്ട്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കാതെയാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ ചില സത്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. അതങ്ങനെയാണല്ലോ. ഇന്നലെ പുഞ്ചിരി, ഇന്ന് റിയാലിറ്റി, നാളെ അത് മറവി എന്ന ഒരു സംഭവം അനുഗ്രഹമാണ് തന്നതുകൊണ്ടാണ് നമ്മളെല്ലാം ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലേ? അല്ലെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. മറവി എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. പലതും മറക്കുന്നത് നല്ലതാണ്. അത് മറന്നു പോകും. അതാണ് നമ്മളെ ഏറ്റവും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മരണമാണ് ഏറ്റവും വലിയ ദുഃഖം. അത് ആക്സിഡൻ്റലി ഉണ്ടാകുന്ന മരണമാണെങ്കിൽ അതിലേറെ ദുഃഖമാണ്. അതുപോലും നമുക്ക് വേണ്ടപ്പെട്ടവർ മരിച്ചിട്ട് നമ്മൾ ഓർത്തിരിക്കുന്നു. അത് അന്ന് കരഞ്ഞ പോലെ ഇന്ന് കരയുന്നുണ്ടോ? ആദ്യം കരയും, രണ്ടാമതും കരയും, മൂന്നാമതും കരയും, നാലാമത് ആ കരച്ചിൽ ഡെപ്ത് കുറയും, അഞ്ചാമത് പിന്നെ ആ കരച്ചിലൊന്നും വികാരമേ കാണത്തില്ല. ശരിയാണ്. ഗ്രാജുവലി അതാണ് എല്ലാ മനുഷ്യരും ഒരാളല്ല. ലാസ്റ്റ് മറന്ന് പിന്നെ അത് ശീലമാണ്. അതുമായിട്ടങ്ങ് അഡ്ജസ്റ്റഡ് ആയി. പിന്നെ അത് റിയലൈസ് ചെയ്തു എല്ലാത്തിലും ഉണ്ട്. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. നീതൂസ് അക്കാദമി, India's #1 language academy.